എറണാകുളം പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം ഇന്ന് 5 പതിറ്റാണ്ടായി പരിഹാരമില്ലാതിരുന്ന ഭൂമി തർക്കത്തിനും കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ടിരുന്ന 7 കുടുംബങ്ങളുടെ ദുരിതത്തിനും ഇതോടെ അവസാനമാവുകയാണ്. ഡാനി ഉണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, പോലീസ് 15-16 തവണയൊക്കെ ഏകദേശം വന്ന് കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച സ്ഥലമാണ്. പക്ഷേ പിന്നീട് ഇപ്പോൾ ഒരു ആശ്വാസം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ശിലാസ്ഥാപനം ഇന്നാണെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ ഹരി, UDF സർക്കാർ ചുമതലയേറ്റ ആദ്യ ദിവസങ്ങളിൽ വന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതായിരുന്നു. പാരിയത്തുകാവിലെ ഉന്നതിയിലെ അവിടുന്ന് കുടിയൊഴിപ്പിക്കാനുള്ള തീരുമാനമായ ഒരു ഭാഗത്ത് കോടതി നിർദ്ദേശപ്രകാരം പോലീസ് മുന്നോട്ട് പോകുന്നു. ഏറ്റവും ആദ്യ ദിവസം UDF സർക്കാർ കടന്നു വന്ന ഏറ്റവും ആദ്യ ദിവസങ്ങളിൽ തന്നെ പോലീസ് നടപടിയടക്കം അവിടെ ഉണ്ടാകും. കനത്ത പ്രതിഷേധത്തിലേക്കടക്കം കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇതെങ്ങനെ പരിഹരിക്കും? കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവ് പോലും ഇതുവരെ ഇവർക്കെതിരായിട്ട് ഉണ്ട്. ആ നിലയിൽ എങ്ങനെയാണ് ഇത് പരിഹരിക്കപ്പെടുക, അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്നതായിരുന്നു. അതിൽ ആദ്യം നിയമപരമായ ഒരു ആശ്വാസം, ഇടക്കാലാശ്വാസം നേടുകയും പിന്നീട് ഈ വസ്തു ഉടമയുമായി വിളിച്ചിരുത്തി അവരുമായിട്ട് മന്ത്രിതല ചർച്ച തന്നെ നടത്തുകയും ചെയ്തു. ഇതിനായി സർക്കാർ മന്ത്രി റോജി എം ജോണിനെ തന്നെ നേരിട്ട് ചുമതലപ്പെടുത്തുന്നു. റോജി എം ജോണിൻ്റെ അധ്യക്ഷതയിൽ 3 വട്ടം നീണ്ട ചർച്ചകൾ നടന്നു. ഇതിനൊടുവിലാണ് ഇതൊരു പരിഹാരം, ഒത്തുതീർപ്പ് ഫോർമുലയാവുന്നത്. അത് കോടതിയിൽ സമർപ്പിക്കുന്നു. കോടതിക്ക് പുറത്ത് തങ്ങളിത് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് വന്നു എന്ന് കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഇത് 1 വർഷത്തിനുള്ളിൽ ഈ ഒരു പ്രൊജക്റ്റ്, ഇവരുടെ ഒരു പുനരധിവാസം പ്രാവർത്തികമാക്കുമെന്ന സർക്കാർ ഉറപ്പും നൽകി. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയതും അതിനൊരു പരിഹാരമാവുന്നു. അതിൽ വീടുകളുടെ 7ഓളം പേരെ അവിടെ നിന്ന് 7 വീട്ടുകാരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കേണ്ടതുണ്ട്. അതായത് മാറ്റി അവർക്ക് താമസ സൗകര്യം നൽകേണ്ടതുണ്ട്. അതിന് ഉന്നതിയിൽ തന്നെ അവിടെ 5 സെൻറ്റ് സ്ഥലം കണ്ടെത്താനായിട്ട് സാധിച്ചു. അത് സ്ഥല ഉടമയുമായി ചർച്ച ചെയ്താണ് ആ ഒരു വിട്ടുവീഴ്ച അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഇപ്പോൾ ആ 7 വീടുകൾക്ക് വേണ്ടിയുള്ള തറക്കല്ലിടൽ ചടങ്ങ് ഇന്ന് നടക്കുകയാണ്. 11 മണിക്ക് മന്ത്രി റോജി എം ജോൺ തന്നെയാണ് അത് നിർവഹിക്കുന്നത്. ഒപ്പം മറ്റ് ജനപ്രതിനിധികളടക്കം സജീന്ദ്രൻ MLA അടക്കം അതിൽ അധ്യക്ഷനാവുന്നു. അങ്ങനെ വലിയ രീതിയിൽ അവിടെ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടതിൻ്റെ വലിയ ആശ്വാസം അവിടെ ഉണ്ട്. ഏതായാലും ഇത് കഴിഞ്ഞ കുറേ നാളുകളായി നിലനിന്ന പ്രശ്നമാണ്. പോലീസ് നടപടി അടക്കം അവിടെ ഉണ്ടാകുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകൾ അവിടെ താമസിക്കുന്ന ആളുകളാണ്. അവർക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലും എല്ലാം തന്നെ കാര്യങ്ങൾ എത്തിയിരുന്ന ഒരു സമയത്തായിരുന്നു സർക്കാരിൻ്റെ സംയോജിതമായൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ആ തർക്കം പരിഹരിക്കപ്പെടുന്നത്. ഏതായാലും 1 വർഷത്തിനുള്ളിൽ 7 വീടുകളും അത് പണിത് പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിക്കുന്നത്. സർക്കാർ അതിന് തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു വിഷയത്തിന് വലിയ ഒരു പരിഹാരമാവുകയാണ്, വലിയ ആശ്വാസമാവുകയാണ് അവിടെയുള്ളവർക്ക്. ഇന്ന് 11 മണിക്കാണ് തറക്കല്ലിടൽ ചടങ്ങുകളടക്കം നടക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ ഈ പ്രൊജക്റ്റ് പൂർണ്ണമായും തീർത്തുകൊണ്ട് ഇവരെ അവിടെ നിന്ന് ആ വീടുകളിലേക്ക് മാറ്റുകയും തുടർന്ന് മറ്റു സ്ഥലങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി സ്ഥലം ഉടമയ്ക്ക് പുറമ്പോക്ക് ഏതാണ് എന്നതെല്ലാം തന്നെ നിജപ്പെടുത്തിയ ശേഷം കോടതി ഉത്തരവ് പ്രകാരം ആ സ്ഥലം കൈമാറുകയും ചെയ്യും. പുതിയ വീടുകളുടെ ശിലാസ്ഥാപന ചടങ്ങ് ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. ഡാനി ഇപ്പോഴാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.